ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പം നമ്മൾ ഇന്നൊരു മത്തിപ്പിരിയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും ഇതിനാവശ്യമായ സാധനങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കിയിട്ട് വന്നാലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഒരു പകുതി സവോള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. 8 പച്ചമുളകോളം ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 കഷ്ണം കൊടമ്പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം മത്തിയൊക്കെ നമ്മളിത് ഇത്രയും എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി എടുത്തിരിക്കുന്നതാണ്. അപ്പം ചെറിയ മത്തിയാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് കൂടുതലാണ്. ഇത് ചെറിയ മത്തിയാണ് ഇവിടെ കിട്ടിയത്. അതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്നത് നമ്മുടെ ചേരുവകളെല്ലാം ചേർത്ത് കൊടുക്കുകയാണ്. ഇഞ്ചിയും പച്ചമുളകും അതുപോലെ തന്നെ സവോളയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് തേങ്ങയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു അരമുറിയോളം തേങ്ങ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങയും സവോളയും പച്ചമുളകും ഇഞ്ചിയൊക്കെയാണ് ഇതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് കൂട്ടുന്നത്. അപ്പോൾ അത് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കണം. അതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുടംപുളി ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മളിതിലേക്ക് ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് കൈ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി ഞരടിയൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ എല്ലാം ടേസ്റ്റ് മീനെ പിടിക്കും. അപ്പോൾ അതിനായിട്ടാണ് നന്നായിട്ട് തിരുമ്മി ഉടയ്ക്കരുത്, കാരണം നമ്മുടെ മീനെല്ലാം പൊടിഞ്ഞു പോവും. അതുകൊണ്ട് അങ്ങനെ ചെയ്യേണ്ട, നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇതെല്ലാം നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. മൂടി വെച്ചതിന് ശേഷം ഒരു മീഡിയം തീയിൽ വേണം ഇതൊന്ന് ആവിക്ക് വെന്ത് വരണം. നന്നായിട്ട് വെന്ത് വരണം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കാം നമുക്ക് വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നു. ഇപ്പോൾ ഏകദേശം വെള്ളമൊക്കെ വറ്റി നമ്മുടെ പീര റെഡിയായി വന്നിട്ടുണ്ട്. വളരെ പെട്ടെന്ന് നമുക്കിത് റെഡിയാക്കി എടുക്കാം. മത്തി വെട്ടിയെടുക്കേണ്ട താമസമേ ഉള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് ചേർത്ത് കൊടുക്കാം. അതുകൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് ഇതുണ്ടാക്കിയെടുക്കാവേ. അപ്പോൾ ഇതെല്ലാം ഞാനൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുവാണ്. ഇപ്പോൾ നമ്മുടെ മീനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഉപ്പൊക്കെ നോക്കിയപ്പോഴത്തേനും ഉപ്പും പുളിയെല്ലാം കറക്റ്റായി വന്നിട്ടുണ്ട്. പച്ച വെളിച്ചെണ്ണയൊക്കെ നേരത്തെ ഒഴിച്ച് നമ്മൾ തിരുമ്മി വെച്ചിരിക്കുന്ന കാരണം തുറന്ന് വരുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണേ. അപ്പം ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഇനി ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ. 1 ടീസ്പൂണല്ലേ നമ്മൾ ഒഴിച്ച് കൊടുത്തുള്ളൂ. ബാക്കി 1 ടീസ്പൂൺ കൂടെ ഞാനിപ്പോൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുവാണേ. ഇനി നമുക്ക് ഇതൊരു 5 മിനിറ്റ് കൂടെ ഒന്ന് മൂടി വെക്കാം. ഇപ്പം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താണല്ലോ, അതുകൊണ്ട് ഒരു 5 മിനിറ്റ് കൂടെ ഞാനിതൊന്ന് മൂടി വെച്ച് കൊടുക്കുവാണ്. 5 മിനിറ്റിന് ശേഷം ഞാനിത് തുറന്ന് നോക്കിയത് നല്ല സൂപ്പർ സ്മെല്ലാണ് വരുന്നത്. നല്ല മണമാണ്. ചോറിൻ്റെ കൂടെയൊക്കെ കപ്പ പുഴുങ്ങിയതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല അടിപൊളി ഒരു മത്തിപ്പീരയാണ്. എല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്കിതിൻ്റെ പുറത്തേക്ക് 2 കറിവേപ്പിലയും കൂടെ വെച്ച് കൊടുക്കാം. കറിവേപ്പിലയും കൂടെ വെച്ച് കൊടുക്കുമ്പോൾ പ്രത്യേക ഒരു സ്മെല്ലാണ്. പച്ചക്കറിവേപ്പിലയുടെ മണവും കൂടെ വരുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കി. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇതുപോലുള്ള ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോസും ചെറിയ വ്ളോഗ്സും ഒക്കെ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു.